ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ആതിര. അപ്പൊ ഞാൻ പറഞ്ഞ ആ യൂസ്ഫുൾ വീഡിയോ ഇതാണ് കേട്ടോ. അപ്പൊ ഞാനും എൻ്റെ ഒരു കസിനും കൂടി ഒരു 1 വീക്കിന് മുമ്പ് ഒരു ജോബ് ഹണ്ടിങ്ങിന് വേണ്ടിയിട്ട് ട്രിവാൻഡ്രത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ കൂടുതലും ഈ വീഡിയോ യൂസ്ഫുൾ ആവുക ട്രിവാൻഡ്രത്തുള്ള കോളേജ് സ്റ്റുഡൻസിനായാലും പാർട്ട് ടൈം നോക്കുന്ന ആൾക്കാർക്കായാലും ഒക്കെയാണ് കേട്ടോ. അപ്പം എന്റെ കൺസേൺ എന്തായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മന്തിലേക്ക് എനിക്കൊരു ഫിക്സഡ് എമൗണ്ട് കിട്ടുന്ന പോലത്തെ എന്തെങ്കിലും ജോബ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അതായത് 1 മന്ത് വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് എത്ര സാലറി കിട്ടും, അല്ലെങ്കിൽ വീക്ക്ലി വേജസ് കിട്ടുന്ന ജോബ്സ് ഉണ്ടോ, അല്ലെങ്കിൽ ഡെയിലി വേജസ് കിട്ടുന്ന ജോബ്സ് ഉണ്ടോ, ഇതൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് പോയത് ലുലു മോളിലോട്ടായിരുന്നു കേട്ടോ. ലുലു മോളിൽ ഫസ്റ്റ് ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ എല്ലാം ഓപ്പണിംഗ് ആവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞങ്ങൾ ലുലുവിൽ ചെന്നിട്ട് ഫസ്റ്റ് തന്നെ പോയത് അവിടുന്ന് MCയിലേക്ക് പോയി. MC ചെന്നപ്പോഴത്തേക്കും ആക്ച്വലി ഏറ്റവും ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് അറിയാവോ, എല്ലായിടത്തും നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം ഉണ്ടടാ, ജസ്റ്റ് ചെന്ന് ചോദിച്ചാൽ മതി. അപ്പൊ ഞങ്ങൾ ആദ്യം MCയിലേക്ക് പോയിട്ടോ. MC, KFC, ചിക്കിങ്സ്, പിന്നെ മറ്റേ മോമോസിൽ പോയിട്ടുണ്ടായിരുന്നു തോന്നുന്നുണ്ട്, പിന്നെ മറ്റേ ബർഗർ കിങ്സ്, അതിന്റെ തൊട്ടപ്പുറത്ത് വേറൊരു ഷോപ്പും കൂടി ഉണ്ട്. അപ്പൊ ഇവിടെയൊക്കെ ഞങ്ങള് ഈ പാർട്ട് ടൈം ജോബ് വേക്കൻസീസ് അന്വേഷിച്ച് പോയിട്ടുണ്ടായിരുന്നു, ലുലു മോളിന്റെ ഉള്ളിൽ തന്നെ. അവിടെ ചെന്നപ്പോഴൊക്കെ അറിയാൻ കഴിഞ്ഞത് എല്ലായിടത്തും ജോബ് വേക്കൻസീസ് വിളിച്ചിട്ടുണ്ട്, പാർട്ട് ടൈം ജോബ്, ഫുൾ ടൈം ജോബ് വേക്കൻസീസ് വിളിച്ചിട്ടുണ്ട്. പക്ഷെ അവരുടെയൊക്കെ ഏക ഒരു കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മളൊരു 6 മന്ത്സോളം അവിടെ വർക്ക് ചെയ്യണം. അവർക്ക് ആ ഒരു പ്രശ്നം മാത്രമാണ് അവർ പറഞ്ഞത്. പക്ഷെ എന്റെ കൺസേൺ എന്തായിരുന്നു, 1 മന്തിലേക്കാണ് എനിക്ക് ജോബ് വേണ്ടത്, അതുകൊണ്ട് എനിക്ക് അവിടെ കയറാൻ പറ്റിയിട്ടില്ല. പക്ഷെ എല്ലായിടത്തും ജോബ് വേക്കൻസീസ് വിളിച്ചിട്ടുണ്ട് കേട്ടോ, സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് പാർട്ട് ടൈമും ഫുൾ ടൈമും വിളിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. ഞങ്ങൾ KFC ചോദിച്ചപ്പോൾ അങ്ങനെ തന്നെ, ആൻഡ് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ആ ഷോപ്സിലേക്ക് പോവുക, അവിടുത്തെ മാനേജറിനോട് പറയാം ഞാൻ ഇങ്ങനെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് വന്നത്, എനിക്ക് ജോബ് നോക്കാൻ വേണ്ടിയിട്ടാണ് വന്നതെന്ന് പറയുക. അപ്പൊ തന്നെ അവർ ബാക്കി ഫോർമാലിറ്റീസും ഡീറ്റെയിൽസും പറഞ്ഞിട്ട്, ഇത് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുക പറഞ്ഞു കഴിഞ്ഞാൽ ട്രിവാൻഡ്രത്ത് ഓൾമോസ്റ്റ് ഒരു 6 to 5 മന്ത്സോളം നിൽക്കാൻ കഴിയും എന്നുള്ള ആൾക്കാർക്ക് ഓക്കെ ആയിട്ടുള്ള ഒരു ജോബ് വേക്കൻസി അല്ലെങ്കിൽ ഒരു ജോബ് ഓപ്ഷൻ ആണ് കേട്ടോ ഇത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ലുലുന്ന് ഇറങ്ങി നേരെ പോയിട്ടുണ്ടായിരുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ക്യാപിറ്റൽ മന്തി ഹൗസിലോട്ടാണ്. അവിടെയും ജോബ് വേക്കൻസീസും കാര്യങ്ങളും വിളിച്ചിട്ടുണ്ട്, പാർട്ട് ടൈം ഫുൾ ടൈം. അവിടുത്തെ മാനേജറിന്റെ നമ്പർ തന്നിട്ട് അന്വേഷിക്കുമോ എന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് പക്ഷേ അത് ഞാൻ ഫുള്ളി ഫോളോ അപ്പ് ചെയ്തില്ല, പക്ഷെ അവിടെയും ജോബ് വേക്കൻസീസ് ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് കേട്ടോ. പിന്നെ അവിടെ നിന്ന് നേരെ ഞങ്ങൾ പോയത് മറ്റേ നമ്മുടെ പട്ടത്തുള്ള സ്വിഗ്ഗിയുടെ ഓഫീസിലേക്കാണ് പോയത്. സ്വിഗ്ഗിയുടെ ഓഫീസിൽ ആക്ച്വലി നമുക്ക് സ്വിഗ്ഗി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് ഓടാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഞാൻ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്, ലൈക്ക് എങ്ങനെയാണ് അതിന്റെ ഫണ്ടിങ് കാര്യങ്ങളൊക്കെ വരുന്നതെന്ന്. അവിടെ ഓഫീസിൽ നോട്ടീസ് ബോർഡിൽ ഇട്ടിരുന്ന കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്, കാരണം ഇൻസെന്റീവ് അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് അതിന്റെ ഫണ്ടിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നതെന്നുള്ള ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഈ സൈറ്റിൽ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് കൊടുത്തേക്കാം കേട്ടോ. അപ്പൊ ഞങ്ങൾ അവിടെ ചെന്നപ്പോ മേ ബി ഞങ്ങളെ ആ കുഞ്ഞു കുട്ടികളായിട്ട് കണ്ടതുകൊണ്ടായിരിക്കാം അവിടുത്തെ ഇരുന്ന സാറ് ഭയങ്കര ചിരിയായിരുന്നു. ഓക്കെ, എനിക്കത് ഭയങ്കരമായിട്ട് ഇതായി. അവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വിഗ്ഗി ഓടുമ്പോ അവിടുത്തെ ബാഗ് പിന്നെ യൂണിഫോമിനാണെന്ന് തോന്നുന്നു എല്ലാം കൂടി, അല്ല ബാഗിനും വേറെ എന്തോ ഒന്നിനും കൂടി 1000 റുപ്പീസ് അല്ലാണ്ട് അവര് നമ്മുടെ പിടിക്കും, പിന്നെ 300 റുപ്പീസ് ബാഗിന് വേണ്ടിയിട്ടും പിടിക്കും. ഇത് രണ്ടും നമ്മൾ ഫസ്റ്റ് ഓടത്തില്ലേ, ഓടുന്ന ആ ഓട്ടത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഫണ്ടിൽ നിന്ന് ഫസ്റ്റത്തെ ഇത്രയും റുപ്പീസ് പിടിച്ചിട്ടേ ബാക്കി നമുക്ക് അവർ തരത്തുള്ളൂ. അപ്പൊ നമ്മൾ എത്ര ടൈമിലാണ് ഓടുന്നതനുസരിച്ചുള്ള ഫണ്ടാണ് നമുക്ക് കിട്ടുന്നത്. എനിക്ക് തോന്നുന്നു സ്വിഗ്ഗി ഫുഡിന്റെ എങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷെ ലേഡീസിന് കൂടുതലും ഓക്കെ ആയിട്ട് വരാൻ ഇൻസ്റ്റാമാർട്ട് ആയിരിക്കും. ഇൻസ്റ്റാമാർട്ടിന് ഒരു ഓർഡറിന് 19 ആണെന്ന് തോന്നുന്നു, അങ്ങനെയാണ് ഞാൻ കേട്ടത്. സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ടിൻ്റെ 19 റുപ്പീസ് ആണെന്ന് തോന്നുന്നു ഒരെണ്ണത്തിന്. സ്വിഗ്ഗിയുടെ ആണെങ്കിൽ നമുക്ക് അന്ന് തന്നെ പ്രോഫിറ്റ് കിട്ടും കേട്ടോ. ഫുഡിന്റെ ആണെങ്കിൽ അതേപോലെ തന്നെ ഇൻസ്റ്റാമാർട്ട് ആണെങ്കിൽ അത് വീക്ക്ലി ആണെന്നാണ് എൻ്റെ ഒരു അറിവ്. ഞാൻ ഇൻസ്റ്റാമാർട്ടിന്റെ ആ ഒരു ഇതിൽ, അതായത് ഇൻസ്റ്റാമാർട്ട് എങ്ങനെയാ വർക്ക് ചെയ്യുന്നതെന്ന് അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ അവിടെ ചെന്നിട്ട് ആപ്പിൽ ലോഗിനും കാര്യങ്ങളൊക്കെ അവിടെ ചെന്ന് ചെയ്യുക, അവരുടെ ഐഡിയ ഒക്കെ എടുക്കുക. അത് കഴിഞ്ഞിട്ട് അവരുടെ ഒരു ഗ്യാരേജ് ഉണ്ടാവും അല്ലെങ്കിൽ ഒരു ഹബ്ബ് ഉണ്ടാവും. ആ ഹബ്ബിൽ നിന്ന് അവർക്ക് അപ്പൊ കിട്ടുന്ന ഓർഡേഴ്സ് പിക്ക് ചെയ്യുക, ഇത്ര മീറ്റർ റേഡിയസിന്റെ ഉള്ളിലേ ഉണ്ടാവുള്ളൂ, അത് അവിടെ കൊണ്ടുപോയി കൊടുക്കുക, തിരിച്ച് ഹബ്ബിലേക്ക് വരിക. ഒരു ഓർഡറിന് 19 റുപ്പീസ് വെച്ചിട്ടാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ അത് കഴിഞ്ഞ് അപ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇൻസെന്റീവ് അങ്ങനെ കുറച്ച് എക്സ്ട്രാ കാര്യങ്ങളൊക്കെ ആയിട്ട് 1 വീക്കിൽ അവർക്ക് ഒരു മേ ബി ഒരു കട്ടൊക്കെ ഉണ്ടാവുമായിരിക്കാം, ഇത്ര ഓർഡേഴ്സ് 1 വീക്കിൽ എടുത്തു കഴിഞ്ഞാൽ ഇത്ര റുപ്പീസ് നിങ്ങൾക്ക് കിട്ടും എന്നൊക്കെ ഉണ്ടാവുമായിരിക്കാം. അപ്പൊ അങ്ങനെയാണ് ഇൻസ്റ്റാമാർട്ടിന്റെ കാര്യം വരുന്നത്. അപ്പോൾ 19 റുപ്പീസാണ് ഇൻസ്റ്റാഗ്രാമാർട്ടിൽ ഒരു സാധനത്തിന് വരുന്നതെന്നാണ് ഞാൻ അന്വേഷിച്ചു പറഞ്ഞത്. അപ്പൊ അവിടുത്തെ സാറും പറഞ്ഞു, സ്വിഗ്ഗിയിലെ സാറും പറഞ്ഞു, ലേഡീസിന് കുറച്ചും കൂടി ഓക്കെ ഇൻസ്റ്റാമാർട്ട് ആയിരിക്കും. കുറെ ലേഡീസ് അവർക്ക് അവിടെ ഇൻസ്റ്റാമാർട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്കാണെങ്കിൽ ഒരുപാട് വലിയ സാധനങ്ങൾ എടുക്കേണ്ടി വരില്ല. ബാക്കി ഡെലിവറിക്കാര് നമ്മുടെ മിന്ത്രയുടെ ഒക്കെ ഡെലിവറി വരുന്ന കണ്ടിട്ടില്ല, ബാക്കിനും ഫ്രണ്ടിലൊക്കെ ഒരുപാട് ലഗേജസ് ഒക്കെ വെച്ചിട്ട്. അപ്പൊ അത്രയും ഹാർഡ് അല്ലാത്തത് കൊണ്ട് നമുക്ക് ലേഡീസിനും ഈസിലി ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ്. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കുന്നേക്കാളും ഇൻസ്റ്റാമാർട്ടിൽ നോക്കുമെന്ന് അവിടുത്തെ സാറും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഫ്ലിപ്കാർട്ടിന്റെ ഇ കാർഡിന്റെ ഓഫീസിൽ പോയിട്ടുണ്ടായിരുന്നു. ഇ കാർഡിന്റെ ഓഫീസിലും ഓൾമോസ്റ്റ് ഇങ്ങനെയൊക്കെ തന്നെ ആണ് വരുന്നത്. പക്ഷെ അവിടെ ഞാൻ പറഞ്ഞ ഈ മിന്ത്രയുടെ ഒക്കെ പോലെ തന്നെ ഒരുപാട് ലഗേജസ് ക്യാരി ചെയ്യണമെന്നാണ് തോന്നുന്നത്. നമുക്ക് ഒരു ദിവസം ട്രെയിനിങ് തരും ഒരു പ്രൊഡക്റ്റിന്, അതായത് ഒരു സാധനത്തിന് 19.5 എന്തോ ആണ്
നമുക്ക് തരുന്ന ചാർജ്, അതായത് ഒരു പ്രൊഡക്റ്റിന് 19.5 അങ്ങനെ എന്തോ ആണ് അവിടുത്തെ സാർ പറഞ്ഞത്. ട്രെയിനിങ്ങിന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞു. ആ സമയത്ത് അവിടെ വേക്കൻസി ഉണ്ടായിരുന്നു കേട്ടോ. ഈ കാർഡിലും ഇൻസ്റ്റാമാർട്ടിലും അതേപോലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എപ്പോൾ ചെന്നാലും പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പൊ എന്തായാലും അവിടെയൊക്കെ വേക്കൻസീസ് അവൈലബിൾ ആണ്. ഇതിന്റെ ഇടയിൽ ഞാൻ കെപ്കോയിൽ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. കെപ്കോയിൽ പോയപ്പോൾ ആക്ച്വലി ഞാൻ ഈ ജോബ് ഹണ്ടിങ് നടത്താനുള്ള മെയിൻ ഇന്റൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇതിന്റെ ഇടയിൽ ഒരു ഇന്റേൺഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് ഫണ്ടിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്റേൺഷിപ്പ് കുറച്ച് കാരണങ്ങൾ കൊണ്ട് നടന്നില്ല. അതുകൊണ്ട് എനിക്ക് ഇപ്പം ചെയ്ത ഒരു ഫണ്ട് കുറച്ച് നേരത്തേക്ക് സേവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ കെപ്കോയിൽ പോയ സമയത്ത് അവിടുത്തെ സാറിനോടും ഇങ്ങനെ ജോബ് വേക്കൻസി എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവിടെയും 15th മുതൽ വേറൊരു ബ്രാഞ്ച് എവിടെയോ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ എന്താ ജോബ് ചെയ്യാൻ താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഓക്കെ പറഞ്ഞു. പക്ഷെ ഞങ്ങൾ കൊടുത്ത ഡേറ്റ് ഓൾമോസ്റ്റ് 15 to 20 ആയിരുന്നു ഇന്റേൺഷിപ്പിന്. അതുകൊണ്ട് എനിക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ വെറുതെ അവരുടെ വേറൊരാളുടെ ഓപ്പർച്യൂണിറ്റി കളയണ്ടല്ലോ എന്ന് കരുതിയിട്ട് പുള്ളിക്ക് CV ഒന്നും അയച്ചിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കര കൈൻഡുള്ളൊരു സാറായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ കെപ്കോയിലും ജോബ് വേക്കൻസീസ് ഉണ്ട് എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ആൻഡ് ലാസ്റ്റ് അല്ല, അതിന്റെ ഇടയിൽ ഞാനിവിടെ നമ്മുടെ കഴക്കൂട്ടം ടു ലുലുമോൾ പോണതിന്റെ ഇടയിൽ ഒരു ന്യൂ എനിക്ക് തോന്നുന്നു കൊളത്തൂരാന്ന് തോന്നുന്നു. കൊളത്തൂരൊരു മാർജിൻ ഫ്രീയില് ചോദിച്ചു പോയിട്ടുണ്ടായിരുന്നു, വേക്കൻസി ചോദിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ആ മാർജിൻ ഫ്രീയുടെ നെയിം ഇപ്പൊ ഓർക്കുന്നില്ല. ആ മാർജിൻ ഫ്രീയുടെ നെയിം ഞാൻ എവിടെയെങ്കിലും ഒക്കെ കൊടുത്തേക്കാട്ടോ സ്ക്രീനിൽ. ഞാൻ അവിടെ ചെന്നപ്പോഴും അവർ പാർട്ട് ടൈമിനും ഫുൾ ടൈമിനും ആളെ നോക്കുന്നുണ്ട്. പക്ഷെ സെയിം ഇഷ്യൂ ബാക്കിയുള്ളവരുടെ അടുത്ത് കിട്ടിയ അതേ ഇഷ്യൂ ആണ് എനിക്ക് ഇവിടെയും ഫേസ് ചെയ്യേണ്ടി വന്നത്. 1 മന്തിലേക്ക് അവർക്ക് വേക്കൻസീസ് ഉണ്ടായിരുന്നില്ല. 1 മന്തിലേക്കൊക്കെയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഡെലിവറി ആയിരിക്കും മിച്ചം. കാരണം പോകാനും നമുക്ക് അത്യാവശ്യം ചെന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നതും അതേപോലെ തന്നെ അത്യാവശ്യം ഫണ്ട് കിട്ടുന്നതും ഡെലിവറി പോലത്തെ കുറച്ച് സ്കീംസ്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ഞാൻ ഈ ഒരു വീക്ക് വർക്കും കൂടി ചെയ്ത് എനിക്ക് എക്സ്പീരിയൻസ് ഉള്ള ഒരു സ്ഥലത്തെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അപ്പൊ ഞാൻ ഈ ഒരു കഴിഞ്ഞ 1 വീക്ക്, അതായത് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാത്ത ഈ ഒരു 1 വീക്ക് ഞാനൊരു ജോബ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് ബിഗ് ബാസ്ക്കറ്റ് എന്ന് പറയുന്ന നമ്മുടെ ടാറ്റയുടെ കീഴിൽ വരുന്ന ഒരു ഡെലിവറി ഇൻസ്റ്റാമാർട്ടൊക്കെ പോലെ തന്നെയുള്ള ഒരു ആപ്ലിക്കേഷനായിട്ട് ബന്ധപ്പെട്ടാണ് അവരുടെ ഡെലിവറി പാർട്ണറായിട്ട് ഞാൻ വർക്ക് ചെയ്തു. അവിടെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരു ഓർഡറിന് 25 റുപ്പീസ് വെച്ചാണ്. ക്യാൻസലേഷൻ വന്നു കഴിഞ്ഞാൽ 20 റുപ്പീസ് ആണ് തരാം. അതേപോലെ തന്നെ പാർട്ട് ടൈം ആണെങ്കിൽ നമ്മൾ ഒരു വീക്കിൽ 74 ഓർഡേഴ്സ് എടുക്കുവാണെങ്കിൽ നമുക്ക് 4000 മുകളിലേക്ക് ഏൺ ചെയ്യാനായിട്ട് പറ്റും. കറക്റ്റ് ആയിട്ട് നമുക്ക് 7 days അറ്റൻഡൻസും വേണം. അതുകൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇൻസെന്റീവ് എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു 5K അടുപ്പിച്ച് നമുക്ക് ആ സമയത്ത് ഏൺ ചെയ്യാൻ പറ്റും. ഫുൾ ടൈം ആണെങ്കിൽ 132 സംതിങ് ഓർഡേഴ്സ് ആണ് നമുക്ക് എടുക്കേണ്ടി വരിക. എല്ലാ ഓർഡേഴ്സിനും 24 റുപ്പീസ് വെച്ചിട്ടാണ്. പിന്നെ പീക്ക് ടൈമിൽ നമ്മൾ ഓടുമ്പോഴത്തേക്കും 5 റുപ്പീസ് എക്സ്ട്രാ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ ഒരു കഴിഞ്ഞ 1 വീക്ക് ബിഗ് ബാസ്ക്കറ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഉള്ളവരൊക്കെ ഭയങ്കര സപ്പോർട്ടീവ് ആണ്. നമുക്ക് വർക്ക് ചെയ്യാനൊക്കെ ഭയങ്കര കാമായിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണ്. അതേപോലെ തന്നെ ഒരുപാട് ലഗേജസ് നമുക്ക് എടുക്കേണ്ടി വരില്ല. പിന്നെ എവിടെയെങ്കിലും പിന്നെ അവർക്ക് എക്സ്പ്രസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. അതിനകത്ത് നമുക്ക് പക്ഷെ ഒരു 2 to 3 ഓർഡേഴ്സ് ഒരുമിച്ച് എടുക്കേണ്ടി വരും. അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കുന്നത് പോലെ ഇരിക്കും. നമ്മൾ എക്സ്പ്രസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എക്സ്പ്രസ് കിട്ടുകയാണെങ്കിൽ അതേപോലെ തന്നെ അതിന് എമൗണ്ടും വേരി ഉണ്ട് കേട്ടോ. നമുക്ക് കുറച്ചുകൂടി എക്സ്ട്രാ എമൗണ്ട്, അതേപോലെ തന്നെ 1 hourൽ കുറച്ചധികം നമ്മുടെ ഓർഡേഴ്സ് എടുക്കാനും പറ്റും നമ്മൾ എക്സ്പ്രസ് എടുക്കുകയാണെങ്കിൽ. അപ്പൊ അത് അത്യാവശ്യം എനിക്ക് വളരെ അടിപൊളിയായിട്ടുള്ളൊരു വർക്കിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല കോപ്പറേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു അന്ന് എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ പോയത് മുറിഞ്ഞപാലം എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഡെലിവറി ഹബിലേക്കാണ് പോയത്. പിന്നെ ഈ ഒരു വീക്ക് ഞാൻ പോകാത്തതിന് കാരണം എനിക്ക് കറക്റ്റ് ആയിട്ട് അറ്റൻഡൻസ് കീപ്പ് ചെയ്യാൻ പറ്റില്ല. ഈ വീക്ക് ഞാൻ തിരിച്ച് മൂന്നാർ കോളേജിലേക്ക് പോകുന്നുണ്ട്. എനിക്കത് കീപ്പ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ അവിടെ ഈ ഒരു വീക്ക് പോവാതെ ഞാൻ ഈ വീക്ക് തുടങ്ങുന്നതിന് മുമ്പ് അവിടെ ഡിസ്കണ്ടിന്യൂ ചെയ്തു. ഇനി പോകുമ്പോഴും എനിക്ക് ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഉള്ളത് കൊണ്ട് അവിടെ നിന്ന് എനിക്ക് ബാക്കി അവിടെ തന്നെ ഡെലിവറി പാർട്ണറായിട്ട് ഇനി വർക്ക് ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. സോ ഇത്രയും സ്ഥലങ്ങളിലേക്കാണ് ഞാൻ പോയത്. ഇതേപോലെ തന്നെ കുറെ ഹോട്ടൽസും ടെക്സ്റ്റൈൽസും ഒക്കെ ഉണ്ട്. അവിടെ ഒന്നും എനിക്ക് പോകാൻ പറ്റില്ല. ഓൾമോസ്റ്റ് ഇത്രയും സ്ഥലങ്ങളിലും പോയി അന്വേഷിച്ച് വിളിച്ചു വന്നപ്പോൾ തന്നെ ഒരുപാട് ടൈം ആയിട്ടോ. അതുകൊണ്ടാണ് എനിക്ക് പോകാൻ പറ്റാത്തത്. ആൻഡ് ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ തിങ്, ഈ ദൈവം എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, ആ ഒരാളെ ഞാൻ ശരിക്കും കണ്ടത് ഈ ബിഗ് ബാസ്ക്കറ്റിലേക്ക് ഉള്ള റൂട്ടിലേക്കാണ്. അതായത് ഞാൻ ജനറൽ ഹോസ്പിറ്റലിന്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഏതോ ഒരു ഡെലിവറി, എനിക്കറിയില്ല ഏതാണ്, അവിടെ ചെന്നിട്ട് ഇങ്ങനെ ഡെലിവറി പാർട്ണറിന് ആവശ്യമുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് പോയി. അത് കുറച്ച് ഉള്ളിലോട്ടുള്ള ഒരു സ്ഥലം ആയതുകൊണ്ട് കുറച്ച് കഷ്ടപ്പെട്ട് കറങ്ങി തിരിഞ്ഞ് അവിടെ എത്തി. ആ മാമിനോട് ചോദിച്ചപ്പോൾ മാം പറഞ്ഞു അവർക്ക് കുറെ, എനിക്ക് തോന്നുന്നു ഡെൽക്കാട്ടാന്ന് തോന്നുന്നു, അങ്ങനെയാണെന്ന് തോന്നുന്നു അതിന്റെ പേര്, അല്ല ബ്ലൂ ഡാർട്ടാന്ന് തോന്നുന്നു. ബ്ലൂ ഡാർട്ടോ അതോ വേറെ ഏതോ ഒരു അല്ല ആക്ച്വലി അതെന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത സമയത്ത് കുളത്തൂര് ഈ വുമൻസ് ഓൺലി ഡെലിവറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ അവരുടെ ലൊക്കേഷൻ ഒന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാനത് ഒരു ഗൂഗിൾ മാപ്പില് നമ്മുടെ മറ്റേ AI പ്ലാനർ യൂസ് ചെയ്തിട്ട് തലേന്നൊരു പ്ലാൻ ഉണ്ടാക്കി. അതിനകത്ത് വന്നതാണ് ഈ കുളത്തൂരിലുള്ള വുമൻസിന്റെ ഡെലിവറി ഹബ്ബ്. അപ്പൊ അവരുടെ ലൊക്കേഷൻ അതിനകത്ത് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാനത് ഗൂഗിളിൽ കയറി സെപ്പറേറ്റ് സെർച്ച് ചെയ്ത് പോയപ്പോൾ വേറൊരു ഡെലിവറി പാർട്ണറിന്റെ അടുത്തേക്കാണ് പോയത്.
അപ്പൊ ഞാനത് അന്വേഷിച്ച് അവരെടുത്ത ജനറൽ ഹോസ്പിറ്റലിന്റെ അവിടുത്തെ ബ്രാഞ്ചിൽ പോയി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇതേപോലെ കുറെ എടുത്ത് അവരുടെ തന്നെ ഓപ്പർച്യൂണിറ്റീസ് ഡെലിവറി പാർട്ണറായിട്ട് വന്നിട്ടുണ്ട്, പക്ഷെ അവർക്ക് 1 മന്തിലേക്കുള്ള ഓഫേഴ്സ് ഒന്നുമില്ല, പിന്നെ ഫുൾ ടൈം ആയിട്ടുള്ള വർക്കിംഗ് ആണ് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ബ്ലൂ ഡാർട്ടിലും സെയിം തന്നെ അവിടെയും ഓപ്പർച്യൂണിറ്റി ലൈക്ക് അവരുടെ കോള് വന്നിട്ടുണ്ട്, അതായത് എംപ്ലോയീസിന് ആവശ്യമുണ്ട് എന്നുള്ളത്, പക്ഷെ അത് 1 മന്തിലേക്കുള്ളതല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ മക്ഡൊണാൾഡ്സ് പട്ടത്തുള്ളിടത്തും ഈ ഒരു ഓഫർ ലൈക്ക് ഇങ്ങനെ എംപ്ലോയീസിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോ അങ്ങനെ പോയ സമയത്ത് ഞങ്ങള് ഭയങ്കര നട്ടുച്ച സമയത്ത് ഞങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് വിഷമിച്ച് നോക്കി അവിടെയും ഇല്ലല്ലോ എന്നുള്ള ഒരു ഫോമിൽ, അതായത് നമുക്ക് 1 വീക്കിലേക്കൊന്നും സാലറി കിട്ടുന്ന ഒരു ജോബ് കിട്ടാത്ത ടൈമിൽ ഇങ്ങനെ നട്ടംതിരിഞ്ഞ് നിന്നപ്പോഴാണ് ഞങ്ങൾ കറക്റ്റ് അവിടെ നിന്ന് ഇറങ്ങിയപ്പോ ഒരു മിന്ത്രയുടെ ഡെലിവറി ചേട്ടൻ, ആ ചേട്ടൻ പേര് വിനു എന്നാട്ടോ. അപ്പൊ ആ ചേട്ടൻ ദൈവത്തിനെ പോലെ അവിടെ നിൽക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് പോയി ഞാൻ എന്റെ കസ്റ്റമറോട് ചോദിച്ചു, നമുക്ക് ആ ചേട്ടനോട് ചോദിച്ചാലോ ചേട്ടൻ എവിടെ നിന്നാണ് സാധനങ്ങളൊക്കെ എടുക്കുന്നത് എന്ന്. അപ്പൊ നമ്മൾ വിചാരിച്ചു ചിലരാണെങ്കിൽ നമുക്കത് പറഞ്ഞു തരില്ലല്ലോ, പിന്നെ അതേപോലെ അവർ ഡെലിവറി ലേറ്റ് ആവുന്നോ എന്ന് പറഞ്ഞിട്ട് ഇവര് നമ്മളോട് ദേഷ്യപ്പെട്ടാലോ എന്നൊക്കെ ഉള്ള രീതിയിൽ കുറച്ചൊന്ന് നെർവസ് ആയിട്ട് ഞങ്ങൾ ചെന്നിട്ട് ചേട്ടനോട് ചോദിച്ചു, ചേട്ടൻ ഇതൊക്കെ എവിടെ നിന്നാണ് എടുക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ ആ പുള്ളി ചോദിച്ചു എന്ന് പറ്റി. ഞാൻ പറഞ്ഞു ഇതേപോലെ ഒന്ന് പാർട്ട് ടൈം ജോബ് നോക്കാൻ വേണ്ടിയിട്ടാണ്, ഇങ്ങനെ ഒരു ജോബ് ചെയ്യണമെന്ന് താല്പര്യമുണ്ട്, ഇങ്ങനെ ഒരു ഇന്റേൺഷിപ്പ് ഉണ്ട് എന്നൊക്കെ ചേട്ടനോട് പറഞ്ഞു. അപ്പൊ ആ ചേട്ടൻ പറഞ്ഞേ, എടാ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, നല്ല വെയിറ്റ് ഉണ്ട്, അതേപോലെ തന്നെ അത്യാവശ്യം സ്ഥലങ്ങളും വീടും ഒക്കെ കുറച്ചധികം അറിഞ്ഞിട്ടുണ്ടാവണം, എന്നാലാണ് ഇത് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പം ഉണ്ടാവുക. നിങ്ങൾക്ക് ഞാൻ വേറൊരു സംഭവം പറഞ്ഞുതരാം. എന്റെ ഒരു ഫ്രണ്ട് ഇപ്പോ ഇത്രയും നാൾ ഈ ഒരു ഡെലിവറി ഇതിൽ നിന്നിട്ട് നമ്മുടെ ബിഗ് ബാസ്ക്കറ്റ് എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് പോയിട്ടുണ്ട്. ഞാൻ അവനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. അവൻ പറയുന്നുണ്ട് അത് അത്യാവശ്യം കുറച്ചുകൂടി നിങ്ങൾക്കൊക്കെ പറ്റുമായിരിക്കും, കറക്റ്റ് ആയിട്ട് ആ ലൊക്കേഷൻ ഒക്കെ നോക്കി അവൻ പോയാൽ മതി. ഇപ്പൊ ഈ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നതിനകത്ത് നമുക്ക് വീടും കൂടെ അറിഞ്ഞാലേ ലൊക്കേഷനൊക്കെ കറക്റ്റ് ആയിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. നല്ല ബുദ്ധിമുട്ടാവും നിങ്ങൾക്കൊക്കെ. പക്ഷെ ബിഗ് ബാസ്ക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ടില്ല, അതേപോലെ തന്നെ അത്യാവശ്യം ഏൺ ചെയ്യാനും പറ്റും. ഞാൻ അവിടെ ഒന്ന് നോക്കട്ടെ. ഞങ്ങളുടെ മുന്നിൽ തന്നെ ചേട്ടൻ ഫോൺ എടുത്തു, ആ ആളെ വിളിച്ചു. ആ ചേട്ടൻ ഇപ്പൊ എനിക്കറിയാട്ടോ, നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്തു. അപ്പൊ ആ ചേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ എന്റെ ഒരു സഹോദരിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ബിഗ് ബാസ്ക്കറ്റ് എങ്ങനെയുണ്ട്, വർക്കിങ്ങിന്റെ കാര്യങ്ങളൊക്കെ പറയാവോ, അവിടുത്തെ ആളുടെ ഡീറ്റെയിൽസ് അറിയാവോ. പുള്ളി അപ്പൊ തന്നെ വിളിച്ചു നോക്കി. അപ്പൊ തന്നെ നമ്പർ വന്നു. അപ്പൊ തന്നെ ഞങ്ങളോട് പറഞ്ഞു ഈ നമ്പറിലേക്ക് വിളിച്ചു നോക്കിയാൽ ഞങ്ങളോട് ഇങ്ങനെ വേഗം പറഞ്ഞു, എടാ എന്റെ ഡെലിവറി ലേറ്റ് ആവുന്നു, ഞാൻ എന്തായാലും എനിക്ക് ഈ ഒരു നമ്പറിൽ ഹായ് ഇട്ടാൽ മതി, ഞാൻ അവരുടെ നമ്പർ അയച്ചു തരാമെന്ന്. അങ്ങനെ അങ്ങനെയാണ് എനിക്ക് ഈ ബിഗ് ബാസ്ക്കറ്റിലെ അജയൻ ചേട്ടന്റെ നമ്പർ കിട്ടുന്നത്, ഞാൻ വിളിക്കുന്നതും അവിടെ പോയി സംസാരിക്കുന്നതും ഒക്കെ. അങ്ങനെ നമുക്കിങ്ങനെ പെട്ടെന്ന് ഒരാളെ ഈ ദൈവം പോലെ കാണുമെന്നൊക്കെ പറഞ്ഞില്ലേ, അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് എനിക്ക് വിനുചേട്ടനെ കിട്ടിയത്. ഇതേപോലെ തന്നെ ബിഗ് ബാസ്ക്കറ്റിന്റെ ഒരു ഓർഡർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലാറ്റിൽ പോയപ്പോൾ വിനുചേട്ടനെ ഞാൻ വീണ്ടും കണ്ടിട്ടുണ്ടായിട്ടോ. അപ്പൊ നമ്മുടെ ലൈഫിൽ ഇങ്ങനെ കുറെ ആൾക്കാരൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്ത് ഉണ്ടെന്നും അതേപോലെ ഇങ്ങനെ കുറെ ഹെൽപ്പ് കിട്ടുമെന്നും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അത്രയും ഡിസപ്പോയിന്റ്മെന്റ് അടിച്ചു നിൽക്കുന്ന സമയത്താണ് എനിക്ക് ഇങ്ങനെ ഒരാളെ കാണാനും അയാളോട് ചോദിക്കാനും അയാൾ ഇങ്ങനെ ഒരു ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളന്ന് ഡെയിലി ഇങ്ങനെ ജോബ് ഹണ്ടിങ്ങിന് പോയപ്പോൾ ഉള്ള കാര്യങ്ങൾ. ആക്ച്വലി ഇത്രയും സ്ഥലം കവറപ്പ് ചെയ്തപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഒരു ഈവനിങ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്റെ മാക്സിമം ഡീറ്റെയിൽസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ എനിക്ക് DM ചെയ്യുകയോ മെസ്സേജോ കമന്റോ ഒക്കെ ചെയ്താൽ മതി, എനിക്ക് സമയം കിട്ടുന്ന പോലെ ഞാനത് പറഞ്ഞു തരാം കേട്ടോ. പിന്നെ ഈ ബിഗ് ബാസ്ക്കറ്റിലെ ജോബും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ എന്നെ DM ചെയ്താൽ മതി. അത്യാവശ്യം എനിക്ക് ഒരു 2 വീക്കിൽ ഒരു 1.5 വീക്കിന്റെ എക്സ്പീരിയൻസ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ബൈ.